ശ്രീ പി ജയരാജൻ, പാലത്തായി പീഡനക്കേസിൽ CPM-ന്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി ഹരീന്ദ്രന്റെ വിവാദ പ്രസംഗം അങ്ങും അത് കേട്ടിരിക്കുമെന്ന് കരുതുകയാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, പ്രതി ഹിന്ദു ആയതിനാലാണ് മുസ്ലിം ലീഗും SDP-യും കേസിൽ ഇടപെട്ടതെന്ന്. എന്നിട്ട് മുസ്ലിം നാമധാരികൾ ഉൾപ്പെട്ട മറ്റു പീഡനക്കേസുകൾ, അത് മദ്രസകളിലൊക്കെ നടക്കുന്ന പീഡനക്കേസുകളൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ ഇങ്ങനെ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു CPM നേതാവിൽ നിന്നാണോ ഈ പ്രസംഗമെന്ന് ആശ്ചര്യപ്പെട്ടു പോയി. ഇക്കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വിശദീകരണം വരുന്നുണ്ട്. ആ വിശദീകരണവും അത്ര നല്ല വിശദീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാലത്തായി കേസിനെ വർഗീയമായി കൈകാര്യം ചെയ്തതിനെ വിമർശിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരയും വേട്ടക്കാരനും ഒരേ സമുദായത്തിൽപ്പെട്ട കേസുകൾ പാനൂർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെന്താണ് ഒരു ഇരയും ഒരു വേട്ടക്കാരനും ഉണ്ടാകുമ്പോൾ സമുദായം നോക്കിയിട്ടാണോ അതിനെ വിമർശിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു CPM നേതാവിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായത്, ശ്രീ ജയരാജൻ? അതായത് സ്മൃതി ഈ ചർച്ച തുടങ്ങിയത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള ചർച്ചാ വിഷയം എന്താണ് എന്ന് തുടങ്ങിയിട്ടാണ്. അവസാനം ഇപ്പോൾ പാലത്തായി കേസിലെത്തി. പാലത്തായി കേസിലെ BJP-കാരനായിട്ടുള്ള അധ്യാപകൻ കേരളത്തിലെ പോലീസിൻ്റെ സമർത്ഥമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രോസിക്യൂഷൻ അത് കൃത്യമായിട്ട് കോടതിയിൽ തെളിവ് നൽകിയതിൻ്റെ ഫലമായിട്ടും അദ്ദേഹം ഇപ്പോൾ ജീവാവസാനം വരെ ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിലാണുള്ളത്. നിങ്ങൾക്ക് ഒരു പ്രസംഗത്തെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. പാലത്തായി കേസ് വന്നപ്പോൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് പിണറായിയും മോദിയും തമ്മിൽ ഡീൽ, BJP CPM ഡീൽ എന്നാണ്. അതൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞാൽ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ട് ഈ പ്രസംഗമാണ് ചർച്ചാ വിഷയമാവുക എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ശബരിമലയെ കുറിച്ചും കോൺഗ്രസ്സുകാരും BJP-ക്കാരും പറയട്ടെ, ഞങ്ങൾ പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റി തീർച്ചയായിട്ടും പറയും സ്മൃതി, അതിന് മറുപടി പറയും. പക്ഷേ മുഖ്യമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം ശബരിമലയിലെ സ്വർണ്ണ പ്രശ്നമാണ് എന്ന് കോൺഗ്രസും BJP-യും പറയുന്നു. അവർ പ്രസംഗിക്കട്ടെ, ഞങ്ങൾ മറുപടി പറയും. അവിടുത്തെ പ്രധാനപ്പെട്ട സ്വർണ്ണ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതിയുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, BJP നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. കണക്കാക്കുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, അതെ ഞങ്ങള് തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച ചെയ്യട്ടെ. പക്ഷേ ഞങ്ങൾ കണക്കാക്കുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള വിഷയം സാധാരണക്കാരൻ്റെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളാണ്. ആ ജീവിത പ്രശ്നങ്ങളെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള നവാസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ കൗതുകകരമായിട്ട് തോന്നി. അത് ടോയ്ലറ്റിനെ കുറിച്ചിട്ടാണ്. കോൺഗ്രസും BJP-യും മറുപടി പറയേണ്ട വിഷയമാണ് ടോയ്ലറ്റ്. ഈയിടെ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വാർത്തകൾ നൽകുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് ചില മാധ്യമപ്രതിനിധികൾ പോയല്ലോ ബീഹാറിലെ ഒരു ഗ്രാമം. ആ ഗ്രാമപ്രദേശത്ത് ടോയ്ലറ്റ് അന്വേഷിച്ച് നടന്നു. ഞാൻ കോൺഗ്രസ്സുകാരോടും BJP-ക്കാരും, നിങ്ങൾ ഭരിച്ച സംസ്ഥാനമല്ലേ ബീഹാർ, BJP-ക്കാർ ഭരിച്ച സംസ്ഥാനമല്ലേ ബീഹാർ, ആ ഗ്രാമത്തിൽ ഒറ്റ ടോയ്ലറ്റില്ല, വെളിയുടെ വിസർജനം. ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ വളപ്പിൽ പോവാന്നാ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട്. ഈ കേരളത്തിൽ ടോയ്ലറ്റ് ഇല്ലാത്ത എത്ര വീടാണുള്ളത്? അപ്പോൾ ഇന്ത്യ രാജ്യത്ത് വികസന കാര്യത്തിൽ കോൺഗ്രസും BJP-യും അവലംബിച്ച ഒരു കാര്യമാണ് നവാസിൻ്റെ ടോയ്ലറ്റ് പ്രയോഗത്തിലൂടെ ഞങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഇവിടെ ഇത്ര പൈസ ഞങ്ങൾ ചെലവഴിച്ചു, ഇത്ര പൈസ ചാർജ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന UDF-കാരോട് ടോയ്ലറ്റിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബീഹാറിലെ ഗ്രാമത്തിൽ ഒറ്റ ടോയ്ലറ്റും ഇല്ലാത്ത അടക്കം വെച്ചുകൊണ്ട് അത് വാർത്ത കൊടുത്തു. അതെ അദ്ദേഹം പറഞ്ഞത്. അപ്പോ ചില ചാർജുകളൊക്കെ കേരളത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അതിദാരിദ്ര്യമുക്തമായിട്ടുള്ള സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നീതി ആയോഗ് അടക്കം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. വീട്ടമ്മമാർക്കുള്ള സഹായം, ആ വീട്ടമ്മമാർക്ക് 31,34,000 വരുന്ന വീട്ടമ്മമാർക്കുള്ള സഹായം പ്രതിവർഷം 3,800 കോടി ഉറുപ്പികയുടെ ബാധ്യത വരുന്ന ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾക്കായിട്ട് UDF സർക്കാരിൻ്റെ കാലത്ത് 2011-16 കാലത്ത് 10,700 കോടി ഉറുപ്പിയാണ് ചെലവഴിച്ചതെങ്കിൽ ഇപ്പോൾ പിണറായിയുടെ സർക്കാർ 45,517 കോടി രൂപ ചെലവഴിക്കുന്നു. ഇങ്ങനെ ക്ഷേമകാര്യങ്ങൾ വളരെ പ്രധാനമായി കണ്ടുകൊണ്ട് ഉള്ള ഒരു സമീപനം, അതൊരു വികസന കാഴ്ചപ്പാടായി
നടപ്പാക്കപ്പെടുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ശരി. അങ്ങനെയെങ്കിൽ ശ്രീ ജയരാജൻ ഇത്രയും ക്ഷേമകാര്യങ്ങൾ പറയാനുള്ളപ്പോൾ ഒന്ന് പറയട്ടെ ശ്രീ ജയരാജൻ, ഇത്രയും ക്ഷേമകാര്യങ്ങൾ പറയാനും ഇത്രയും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നിരിക്കെ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പ്രസംഗത്തിൽ ഇവിടെ പാലത്തായിലെ പീഡനം എന്നുള്ളത് 9 വയസ്സുള്ള കുഞ്ഞിന്റെ പീഡനമാണല്ലോ, ആ കുഞ്ഞിനെയാണല്ലോ പീഡിപ്പിച്ചത്. ആ കേസിൽ പ്രതി ജയിലിലാണ് ശിക്ഷ കോടതിയാണ് കൊടുത്തിട്ടുള്ളത്. ശ്രീ ജയരാജൻ കേൾക്കൂ, അങ്ങനെയെങ്കിൽ അല്ലല്ല അതൊക്കെ ആ ഘട്ടങ്ങളിൽ അല്ലല്ല ആ BJP-കാരനെ അറസ്റ്റ് ചെയ്യാനൊക്കെ എത്ര വൈകി എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് ശ്രീ ജയരാജൻ. അന്ന് അത് ചർച്ച ചെയ്തിരുന്നതാണ്. ഒറ്റ കാര്യമുള്ളൂ, എന്തിനാണ് ഒരു ഇത് പറയൂ CPM നേതാവിന്റെ പ്രസംഗത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? ഈ ഹരീന്ദ്രന്റെ പ്രസംഗത്തെ അംഗീകരിക്കുന്നുണ്ടോ? അത് പറയൂ. ഹരീന്ദ്രന്റെ പ്രസംഗത്തെ അംഗീകരിക്കുന്നുണ്ടോ? അതൊക്കെ ആരെങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഉപയോഗിച്ചിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് നിങ്ങൾ പറയേണ്ടത് ആക്കട്ടെ. അത് നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട് സ്മൃതി, അടി കൊണ്ടതല്ല ആള് കണ്ടിട്ട് കൂവിയതാണ് പ്രശ്നം. അടി കൊണ്ടതാ മുഖ്യമായിട്ടുള്ള പ്രശ്നം. പാലത്തായി കേസിൽ പീഡിപ്പിച്ചിട്ടുള്ള BJP-കാരനായിട്ടുള്ള അധ്യാപകൻ പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് പ്രോസിക്യൂഷൻ വളരെ ഫലപ്രദമായി കേസ് നടത്തിയതിൻ്റെ ഫലമായിട്ട് ഈ ലീഗും SDPI-യും കോൺഗ്രസുമെല്ലാം പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു CPM എന്നുള്ള വലിയ നിലക്കുള്ള പ്രചാരവേല നടത്തിയിട്ട് വിധി വന്നപ്പോൾ മിണ്ടുന്നില്ലല്ലോ. ജീവാവസാനം വരെ തടവിൽ കഴിയുന്ന ഒരു ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ കേരളത്തിലെ പോലീസിനെ അഭിനന്ദിക്കണം, പ്രോസിക്യൂഷനെ അഭിനന്ദിക്കണം, അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നയിച്ചിട്ടുള്ള ഗവൺമെന്റിനെ അഭിനന്ദിക്കണം. അങ്ങനെ ശിക്ഷ കഴിഞ്ഞ ഒരു കാര്യത്തിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞ കാര്യമാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്? എന്തിനാണ് CPM നേതാവിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായത്? അതിലെ പ്രതി ഹിന്ദുവാണ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അതായത് ഇവിടെ മുസ്ലിം വർഗീയത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ലീഗ് നടത്തുന്നുണ്ട്. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ടാണ് നമ്മുടെ കോൺഗ്രസും ലീഗും നടക്കുന്നത്. മലപ്പുറത്ത് ഈയിടെ സോളിഡാരിറ്റി നടത്തിയ സെമിനാർ എന്തായിരുന്നു വിഷയം എന്നറിയോ? മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം പഠിപ്പിക്കണം എന്നാ. ഏത് 2025 1947 ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ഇവിടുന്ന് പൃഷ്ഠത്തിൻ്റെ പൊടിയും തട്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മൗദൂദിയുടെ ദർശനം ഈ 2025 മുസ്ലിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സോളിഡാരിറ്റി വരുമ്പോൾ ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരും മിണ്ടുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ച് അങ്ങ് തന്നെയല്ലേ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ശ്രീ പി ജയരാജൻ? തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാണെങ്കിൽ നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. അല്ല ഞങ്ങള് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങ് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ, അങ്ങയുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ചർച്ചകളെ കുറിച്ചും തെരഞ്ഞെടുപ്പുകളിൽ സഹകരിച്ചതിനെ കുറിച്ചും ദേശാഭിമാനിയിൽ തന്നെ മുഖപ്രസംഗം വന്നിട്ടുള്ളതാണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏത് ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണയ്ക്കേണ്ടി വന്നത്? പ്രത്യേക സാഹചര്യത്തിലാണ്. ഇല്ല, താങ്കൾ ആ പുസ്തകം വായിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി RSS-ഉമായിട്ടാണ് ചർച്ച ചെയ്തത്. അതേക്കുറിച്ച് ആ പുസ്തകത്തിൽ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSS-ഉമായി ചർച്ച നടത്തിയെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണം എന്ന് 2025 പ്രചരിപ്പിക്കുന്ന അവരെയും കൂട്ടിയിട്ട് നടക്കുന്ന ലീഗ് മറുപടി പറയണം. Debate with Smriti Parithikkad.